കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കേരള പ്രദേശ് കർഷക കോൺഗ്രസ് കായംകുളം മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ശാഖയ്ക്ക് മുമ്പിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് കർഷക കോൺഗ്രസ് കായംകുളം മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാവേലിക്കര സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ശാഖയ്ക്ക് മുമ്പിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നോവൽ രാജ് അധ്യക്ഷത വഹിച്ച സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിളവിന്റെ വില, അവന്റെ വിയർപ്പിന്റെ, അവന്റെ അധ്വാനത്തിന്റെ വില അത് ലഭ്യമാകാൻ വേണ്ടി ഇത്തരത്തിൽ സമരം നയിക്കേണ്ട ഗതികേട് ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ഒരിടത്തും കർഷകർക്ക് ഇന്നലകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്നലകളിൽ ഈ രാജ്യത്തെ കർഷകനെ, ഈ രാജ്യം കാക്കുന്ന സൈനികനും, രാജ്യത്തെ കർഷകനും, നമ്മളെ ഭക്ഷണം നൽകുന്ന, നമ്മളെ വിശപ്പകറ്റുന്ന പാവപ്പെട്ട കർഷകനും ഏറെ ആദരിക്കപ്പെടേണ്ടവരാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്നൊരു മുദ്രാവാക്യത്തെ ദേശീയ മുദ്രാവാക്യമായി അംഗീകരിച്ച മഹത്തായ സംസ്കാരമുള്ള രാജ്യമാണ്. പക്ഷേ ഇന്ന് രാജ്യ തലസ്ഥാനത്തേക്ക് പാവപ്പെട്ട കർഷകനൊന്ന് കടന്നു ചെല്ലുവാൻ കഴിയാത്ത സാഹചര്യമാണ്. അവന്റെ വേദനകളും അവന്റെ വിഷമതകളും പരാതികളും സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ കാണുവാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകാമെന്ന് ആഗ്രഹിച്ചാൽ ഹരിയാനയുടെയും പഞ്ചാബിന്റെയും അതിർത്തികളിൽ അവൻ തടയപ്പെടുകയാണ്. അതിനെ മറികടന്ന് കടന്നു ചെല്ലുവാൻ ശ്രമിച്ചാൽ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയാണ്. തീവ്രവാദികളെ നേരിടുന്ന തരത്തിൽ കർഷകരെ നേരിടുന്ന ഒരു ഗവൺമെന്റായി കേന്ദ്ര ഗവൺമെന്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാവപ്പെട്ട കർഷകനെ ലാത്തിചാർജ് ചെയ്യുക മാത്രമല്ല, അവന് നേരെ കണ്ണീർവാത പ്രയോഗം നടത്തുക മാത്രമല്ല, ഡ്രോണുകളിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് സമരം ചെയ്യുന്ന കർഷകന്റെ മീതെ തളിക്കുന്ന, അവന് നേരെ ഗ്രനേഡുകൾ ഉപയോഗിക്കുന്ന, പാവപ്പെട്ട കർഷകനെ, അധ്വാനിച്ച് ജീവിക്കുന്ന കർഷകനെ തല്ലിച്ചതച്ച് ജീവച്ചവങ്ങളാക്കുന്ന ക്രൂരമായ സംഭവങ്ങൾ രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറി മുന്നോട്ട് പോകുന്ന സാഹചര്യം ദേശീയ തലത്തിൽ നിലനിൽക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലകളിൽ ഈ രാജ്യത്ത് ഏറ്റവും അധികം കർഷകൻ ആദരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, കർഷകന്റെ പ്രശ്നങ്ങൾക്കും അവന്റെ ആവശ്യങ്ങൾക്കും പരിഗണന നൽകിയിരുന്നുവെങ്കിൽ, ഇന്ന് ആ കർഷകന് കണ്ണീരിന്റെ വിളവ് സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ കണ്ണീരിന്റെ വിളനിലമായി ഈ നാട് മാറുന്ന ദുരവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർഷകർക്ക് നൽകാനുള്ള പണം ഉടൻ നൽകിയില്ല എങ്കിൽ കർഷക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ ആരംഭിക്കുമെന്ന് KP ശ്രീകുമാർ പറഞ്ഞു. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഞ്ഞനാട് രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ റോഹിത് തങ്കച്ചൻ, ചിറപ്പുറത്ത് മുരളി, അലക്സ് മാത്യു, നൂർനാട് അജയൻ, വയലിൽ സന്തോഷ്, ഷെഫീഖ് താമരക്കുളം, രവീന്ദ്രൻ നായർ, രാധാകൃഷ്ണപിള്ള, സുഭാഷ് പടനിലം, ദേവരാജൻ, പവിത്രൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ G ഹരിപ്രകാശ്, അനി വർഗീസ്, G ഗോപൻ, ജോൺ K മാത്യു, രാജൻ ചിങ്കിളിൽ, മോഹൻലാൽ, ഷാജി പണയിൽ, രാധാമണി രാജൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര.